ബിഗ് ബോസ് 7ാം സീസണിൽ ആദിലയും നൂറയും എത്തിയതോടെ ബിഗ് ബോസിലെ മൈൻഡ് ഗെയിമുകളും തന്ത്രങ്ങളുമെല്ലാം ഇരുവരെയും പിരിക്കുമോ എന്ന ചോദ്യം സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു. എന്നാൽ എത്ര ആഴത്തിലുള്ളതാണ് തങ്ങളുടെ സ്നേഹമെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തതാണ് ആദിലയും നൂറയും കയ്യടി നേടിയത്. പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിന് തൊട്ടുമുൻപേ ദിവസം ആദിലയും നൂറയും തമ്മിലുള്ള വാക്കുതർക്കമാണ് പ്രേക്ഷകർക്ക് കാണേണ്ടി വന്നത്. എന്നെ ഷെയ്ഡാക്കുന്നത് എന്തിനാണെന്നാണ് നൂറയോട് ആദില ചോദിക്കുന്നത്. ആദിലയുടെ ഹൗസിനുള്ളിലെ ഇടപെടലുകൾ പോരെന്നും എപ്പോഴും ക്ഷീണിച്ച മുഖം പോലെ സങ്കടമുള്ളതുപോലെയാണ് തോന്നുന്നു എന്നൊക്കെയാണ് നൂറയുടെ വാക്കുകൾ. ആദിലെ ഇത് പ്രകോപിപ്പിച്ചു. എനിക്ക് ക്ഷീണമുണ്ട്, അത് എൻ്റെ മുഖത്ത് കാണും എന്നാണ് ആദില മറുപടിയായി പറയുന്നത്. എനിക്കും ക്ഷീണമുണ്ട്, പക്ഷേ ഇവിടെ എനിക്ക് ഒതുങ്ങിക്കൂടാൻ പറ്റില്ല എന്ന് നൂറ വ്യക്തമാക്കി. നീ ഹൈപ്പറാണ് എന്നാണ് ഇതിന് ആദിലയുടെ മറുപടി. ഹൗസിനുള്ളിൽ ആദിലയിൽ നിന്ന് എന്തോ ലാഗ് ആവുന്നതായി തനിക്ക് അനുഭവപ്പെടുന്നുവെന്നും ലിമിറ്റഡാണ് പ്രതികരിക്കുന്നതെന്നും നൂറ ആവർത്തിക്കുന്നു. ഒരുപാട് ആളുകൾ ഉള്ളിടത്ത് പോയി അലറാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് ആദില പറയുന്നത്. ഭയങ്കര ദേഷ്യം വന്നാൽ അതിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് പ്രയാസമാണ്. അങ്ങനെ വന്നാൽ എൻ്റെ വായിൽ നിന്ന് പലതും വരും. ഫാക്ടറി ടാസ്കിൽ ഞാനും ജിഷിൻ ചേട്ടനും അങ്ങനെ പലതും വിളിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരുമാണ് ഇത് വ്യക്തമായി കേട്ടത്. 2-3 തവണ എൻ്റെ വായിൽ നിന്ന് മോശം വാക്ക് വന്നു. ഇനി അത് ആവർത്തിക്കാതെ എനിക്ക് നോക്കണം. ഇത്തരം വൃത്തികെട്ട വാദങ്ങളുമായി ഇനി തൻ്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞ് നൂറയോട് ആദില ദേഷ്യപ്പെടുന്നുണ്ട്. താൻ പറയുന്നത് അതേ അർത്ഥത്തിൽ ആദില മനസ്സിലാക്കുന്നില്ല എന്ന വിഷമത്തോടെയാണ് നൂറ സംസാരിക്കുന്നത്. എനിക്ക് ഇവിടെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത് നിന്നോട് മാത്രമാണ് എന്നും ആദിലയോട് നൂറ പറയുന്നുണ്ട്. നൂറയുടെ മുഖത്തും ക്ഷീണമുണ്ടെന്നും അവിടെ പോയി വാടിത്തൂങ്ങി നിൽക്കരുതെന്നും നൂറയോട് ആദില പറയുന്നു. മുഖത്തെ ക്ഷീണത്തെക്കുറിച്ച് വീണ്ടും ആദിലയോട് നൂറ പറയുമ്പോൾ എൻ്റെ മുഖം മാറ്റാൻ പറ്റില്ലെന്നാണ് ആദില തിരിച്ചടിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താണ് നീ മനസ്സിലാക്കാത്തതെന്നാണ് ആദിലയോട് നൂറ ചോദിക്കുന്നത്. ബിഗ് ബോസ് സീസൺ ആരംഭിക്കുന്ന സമയം ഇരുവരുടെയും ഒരു മത്സരാർത്ഥിയായാണ് പരിഗണിക്കുന്നത്. എന്നാൽ പിന്നാലെ ഇരുവര് 2 മത്സരാർത്ഥികളായിരിക്കുമെന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചു. ഇത്തവണ ഇരുവരും എവിക്ഷൻ നോമിനേഷനിലേക്ക് വന്നതോടെ ഇരുവരുടെയും വോട്ട് സ്പ്ലിറ്റാവുന്നത് തിരിച്ചറിയാനാകും.